ഡിവൈഎഫ്ഐയുടെ നേതാവ് തന്നെ ഇവിടെ ആവർത്തിച്ചു ബി.ജെ.പിയുടെ രാഷ്ട്രീയ പദ്ധതിയാണ് ഇതെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം വളരെ കൃത്യമല്ലേ, തുടക്കത്തിലെ ചോദിച്ചതല്ലേ, നജീബ് കാന്തപുരത്തിന് ഇല്ലാത്ത എന്ത് പ്രിവിലേജാണ് എൻ രാധാകൃഷ്ണനുള്ളത്? അല്ല, എൻ രാധാകൃഷ്ണനെതിരെ അല്ലെങ്കിൽ ഈ സയൻസ് സൊസൈറ്റിക്കെതിരെ പരാതി ഉണ്ടായിരുന്നോ ശ്രീ അനൂപ്? എനിക്ക് തോന്നുന്നു ഇപ്പോ ക്രൈംബ്രാഞ്ച് സംഘം എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. നജീബിനെതിരെ കേസെടുത്ത കേസ് ഒരു പരാതിക്കാരി ഉണ്ടായിരുന്നു. ആ പരാതിക്കാരി ഇപ്പൊ പരാതി പിൻവലിച്ചിട്ടുമുണ്ട്. ഇപ്പോ നമുക്കറിയാം ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർക്കെതിരെ കേസെടുത്തു. അതുപോലെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി, ഒരു പരാതി കിട്ടിയപ്പോൾ അതനുസരിച്ച് ഒപ്പം തന്നെ ഒരു FIR ഇട്ടു എന്നുള്ളതാണ്. അത് ഒരു റിട്ടേൺ കംപ്ലൈന്റ് വരുമ്പോൾ എടുക്കുന്ന നടപടിക്രമം എന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയമൊക്കെ ആരോപിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ കാരണമാണ് എൻ രാധാകൃഷ്ണനെതിരെ കേസെടുക്കാതിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യാപകമായ ചർച്ചയല്ലേ. അത് ഞങ്ങൾ ആരെങ്കിലും ഉന്നയിച്ചതാണല്ലോ, മാധ്യമങ്ങൾ തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്തതല്ലേ. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമല്ലേ, 28 വയസ്സുള്ളൊരു ചെറുപ്പക്കാരന് നടത്താൻ കഴിയുന്നൊരു തട്ടിപ്പല്ല. ഇവിടെ ഉല്ലാസ് ബാബു അതിനെ ഡിഫെൻഡ് ചെയ്തു. അത് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ സംഘടനാ ബോധ്യമാണ്. കാരണം സംഘടനയിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ സംസ്ഥാന നേതാവിനെ ന്യായീകരിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഇത് ഞാൻ കൃത്യമായി സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്. പക്ഷെ വ്യക്തിപരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ആധികാരികമായി ലഭിക്കുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഉല്ലാസ് ബാബുവിനെതിരെ ഇത്ര ഒരു ആരോപണം ഞാൻ പറയുന്നില്ലല്ലോ. ഇവിടെ എൻ രാധാകൃഷ്ണൻ വളരെ കൃത്യമായി 4 കോടി അദ്ദേഹം തന്നെ സെറ്റിൽ ചെയ്യാൻ നടക്കുകയാണെന്ന് സമ്മതിക്കുമ്പോൾ വളരെ കൃത്യമായി മണലൂർ നിയോജക മണ്ഡലം, ഞാൻ ഉൾപ്പെടുന്ന നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഈ തട്ടിപ്പുകൾ ഏറിയ കൂർന്ന് നടന്നിട്ടുള്ളത്. അവിടെ വളരെ കൃത്യമായി ഈ പറയുന്ന രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി, ഞാൻ വളരെ തുടക്കത്തിൽ പറഞ്ഞു, BJP അവർക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ട് എന്ന് കരുതുന്ന A ക്ലാസ് നിയോജക മണ്ഡലമായി അവർ കണക്കാക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ രാഷ്ട്രീയ പദ്ധതിയാണ്. മറ്റു മണ്ഡലങ്ങളിലേക്ക് വ്യാപിക്കാൻ അവർ തീരുമാനിച്ചൊരു പദ്ധതിയാണ്. അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നേതാവ് കൂടി സമ്മതിച്ച തരത്തിൽ ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും വാഷിംഗ് മെഷീനും തയ്യൽ മെഷീനും ഒക്കെ കൊടുക്കാമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരിക്കില്ലേ എൻ രാധാകൃഷ്ണനും BJPയും? അപ്പൊ അവരും കബളിപ്പിക്കപ്പെട്ടതാണല്ലോ. അതല്ലാതെ മണലൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ പൈസ അടിച്ചുകൊണ്ട് പോയാൽ പിന്നെ അവർക്ക് അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത്തരം ഒരു പദ്ധതിയുമായി വരുമ്പോൾ അതിൻ്റെ സോഴ്സ് എന്താണെന്ന് അറിയാത്ത മണ്ടന്മാരാണോ ഇവർ? അതിൻ്റെ സോഴ്സ് എങ്ങനെയാണ്? CSR ഫണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ സ്വഭാവം, അത് ഏത് കമ്പനിയാണ്? ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തത്ര മണ്ടനാണോ എൻ രാധാകൃഷ്ണനെ പോലൊരാൾ? സത്യത്തിൽ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു ക്രിമിനൽ മൂലധനത്തിന്റെ വിനിയോഗമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഇന്റലിജൻസ് പരാജയമല്ലേ? ഇവിടെ ശിവൻകുട്ടിയുടെ, നജീബ് കാന്തപുരം പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടിയുടെ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് നജീബ് കാന്തപുരം ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. അത് എന്തെങ്കിലും ആകട്ടെ, അദ്ദേഹം അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു, ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞു അങ്ങനെ പറ്റിക്കപ്പെട്ടു. പക്ഷേ ഇതിന് ആധികാരികത ഉണ്ടാക്കി കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വലിയ പങ്കില്ലേ? ഇത് നടക്കുന്നത് കാണാതെ പോവുകയാണോ? ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എങ്ങനെയാണ് ഒരു സംവിധാനത്തിന് കഴിയുന്നതെന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, NGOകൾ, ഈ പുതിയ BJP സർക്കാർ വന്നതിന് ശേഷം ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന NGOകൾ പോലും, സൗജന്യ ഡയാലിസിസ് നടത്തുന്ന NGOകൾ പോലും വളരെ കൃത്യമായ നിരീക്ഷണത്തിലാണ്. നിങ്ങളൊരു പദ്ധതി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, ഇത്തരം കുറച്ച് പരിപാടികൾ തുടർച്ചയായി നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ച ആളുകളെത്തും. അപ്പൊ 1000 കോടിയുടെ ഒരു പ്രൊജക്ട് വന്ന് അത് നടത്തി കൊണ്ടുപോകണമെങ്കിൽ അതിന് രാഷ്ട്രീയമായ പരിരക്ഷ ലഭിക്കണം. അത് സംസ്ഥാനത്ത് ലഭിച്ചിട്ടുണ്ട്, കേന്ദ്രത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലും ഇത് മാത്യു കുഴൽനാടനെതിരെ ഇവർ ഉപയോഗിക്കാനാണ് അവർ ശ്രമിക്കുന്നത്, BJPയിലേക്ക്. ഒരു കാര്യത്തിൽ സനോജിനെ ഞാൻ അഭിനന്ദിക്കുന്നു, അദ്ദേഹം ഒരു ചർച്ചയ്ക്കകത്ത് ഇവിടെ വന്ന് പറയാൻ BJPയുടെ രാഷ്ട്രീയ പദ്ധതിയാണെന്ന് പറയാൻ ധൈര്യം കാണിച്ചു. പക്ഷേ ഗോവിന്ദ മാസ്റ്റർ പറയുന്നില്ല, ഗവൺമെന്റ് ആ തരത്തിൽ ഇതിനെ പരിഗണിക്കുന്നില്ല. BJP നടത്തിയ ഒരു രാഷ്ട്രീയ പദ്ധതിയാണെന്ന് പറഞ്ഞ് അതിനെ തുറന്നു കാട്ടാൻ CPM തയ്യാറാവുന്നില്ല. അന്വേഷണം ആ രീതിയിലേക്ക് അതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം. അപ്പോൾ